നമ്മൾ പ്രഷർ ഫ്രയറിലും ഓപ്പൺ ഫ്രയറിലൊക്കെ പുതിയ കുറേ സ്റ്റോക്ക് വന്നിരിക്കണത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ടൈപ്പ് ഉണ്ട്, ഓട്ടോമാറ്റിക് ഫിൽട്രേഷൻ ഇല്ലാത്ത ടൈപ്പ്, പിന്നെ ഇതാ ഗ്യാസിൽ വന്നിരിക്കുന്നത്. ഗ്യാസിൽ ഓട്ടോമാറ്റിക് ഫിൽട്രേഷൻ ഉള്ള ടൈപ്പ്, പ്രോഗ്രാമിംഗ് ഉള്ള മോഡലാണ്. ഇലക്ട്രിക്കലും സെയിം തന്നെ, ഓട്ടോമാറ്റിക് ഫിൽട്രേഷനിലെ പ്രോഗ്രാമിംഗ് ഉള്ള മോഡലുണ്ട്. ഇതിലെല്ലാം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ ഓപ്പൺ ഫ്രയർ. ഇത് ഓപ്പൺ ഫ്രയർ ഇതിൻ്റെ മുന്നത്തെ മോഡലാണ്. ഓപ്പൺ ഫ്രയർ ഗ്യാസിൽ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ. ഇതാ എക്കണോമിക് ഫ്രയർ. ഇതുണ്ടോ, ഇത് ഇറ്റലിയുടെ വാൽവ് വരുന്നതാണ്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഫ്രയർ വിൽക്കാൻ പറ്റും. ഗ്യാസിൻ്റെ ഓട്ടോമാറ്റിക് ഫ്രയർ ഏറ്റവും കുറഞ്ഞ വിലക്ക് വിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇത് നമ്മൾ ഇറക്കിക്കുന്നത്. പിന്നെ വരുന്ന ഡെക്കോട്ടൻ്റെ ഫ്രയർ വരുന്നുണ്ട്. ഡെക്കോട്ടൻ്റെ ഫ്രയർ ഹണിവെൽ, US-ൻ്റെ ഹണിവെല്ലിൻ്റെ വാൽവാണ്. അതിൻ്റെയൊക്കെ പുറത്തുള്ള അതിൻ്റെ ടാങ്കൊക്കെ ക്ലോസ് ചെയ്യാണ്. കാണിച്ചു കൊടുക്കണം. ടാങ്ക് ക്ലോസ് ചെയ്യാണ്. നമുക്ക് ക്ലീനറായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ